ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 16-ാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു എന്ന വചനമാണ്. ചില ആളുകൾ തിന്മ ചെയ്യുവാൻ വേണ്ടി, ദോഷം പ്രവർത്തിപ്പാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാറുണ്ട്. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു കാലഘട്ടം മുഴുവനും മിസ്രൈമിലായിരുന്നതായ ഇസ്രായേൽ മക്കൾ അവിടെയുള്ള അടിമവേല നിമിത്തം വളരെ ഭാരപ്പെട്ട് ദൈവം മുൻപാകെ നിലവിളിച്ചപ്പോൾ, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി എന്ന നിലയിൽ ആ ജനത്തെ അടിമത്തത്തിൽ നിന്നു വിടുവിച്ച് അവരുടെ അവകാശ ഭൂമിയിലേക്ക് മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുകയും ആ തലത്തിൽ അടിമത്തത്തിൽ നിന്ന് ദൈവം ജനത്തെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. എന്നാൽ അടിമകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയ മിസ്രൈം രാജാവ് ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ടു വരേണ്ടതിന് അവരുടെ പിന്നാലെ പോകുവാനിടയായിത്തീർന്നു എന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ നിലയിൽ മിസ്രൈം രാജാവ് തന്നോട് കൂടെയുള്ള സൈന്യത്തോടൊപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം യാത്ര ചെയ്യുന്ന ദൈവജനത്തിന് വിരോധമായി അവരെ അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകേണ്ടതിനായി ബന്ധപ്പെട്ട് അവരുടെ പിന്നാലെ ഓടിച്ചെല്ലുകയും ആ നിലയിൽ കടന്നു ചെല്ലുമ്പോൾ മരുഭൂമിയിൽ പാളയമടിച്ച് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടിട്ട് പിടിച്ചു കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചു. അവർ നന്നാ മനസ്സുകൊണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറയുവാൻ മോശയോട് ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് അവർ മുൻപോട്ട് പോകുവാൻ തുനിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ആർത്തിരമ്പി നിന്ന കടൽ വഴിമാറിക്കൊടുക്കുകയും ആ വഴിയിലൂടെ ഉണങ്ങിയ നിലത്തുകൂടി അവർ മുൻപോട്ട് കടന്നു പോവുകയും ചെയ്തു. എന്നാൽ അവരെ പിടിച്ചുകൊണ്ടുവരുവാനായി അവരുടെ പിന്നാലെ കടന്നു ചെന്നതായ ഫറവോനും ഫറവോൻ്റെ സൈന്യവും ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്നത് കണ്ടിട്ട് ചെങ്കടലിലേക്കിറങ്ങി അതിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി വീണ്ടും മുൻപോട്ട് കടന്നു പോകുന്നു. എങ്കിലും അവർക്ക് അധിക ദൂരം കടന്നു പോകുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ കടൽ കടന്നു കഴിഞ്ഞപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് കടൽ മടങ്ങി വരികയും ഫറവോനും ഫറവോൻ്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങി മരിക്കുന്നതിന്, അവർ നശിച്ചു പോകുന്നതിന് അത് കാരണമായി തീർന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നാം ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, നീതിക്ക് പിന്നാലെ ദ്രോഹം ചെയ്യുവാൻ, സത്യത്തിന് പിന്നാലെ തടുത്തു നിർത്തുവാൻ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അത് നമുക്ക് തന്നെ നാശത്തിന് കാരണമായി തീരുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദോഷത്തിനായി ഓടുന്ന ഓട്ടം അവസാനിപ്പിച്ച് നീതിപ്രവൃത്തി ചെയ്യേണ്ടതിന് മുൻപോട്ട് ലക്ഷ്യം വെച്ചോടുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം
നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഫറവോൻ്റെ സൈന്യം ദോഷത്തിനായി ബന്ധപ്പെട്ട് ഓടിയതുപോലെ ഞങ്ങൾ തിന്മ പ്രവർത്തിപ്പാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടുന്നവരായിട്ടല്ല, ഞങ്ങൾ നീതി നിവർത്തിക്കുന്നതിനും നീതിയുള്ളവരുടെ പക്ഷത്ത് നിൽക്കുന്നതിനും വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒരുക്കി മുന്നോട്ട് ഓടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം അങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.